ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു ഈവനിങ് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് എടുക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ വിചാരിച്ചു അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞൻ വന്നപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും കഴിക്കാനിങ്ങനെ തോന്നിയിട്ടായിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ കുഞ്ഞൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ കുഞ്ഞൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ ഇതാ ഞങ്ങൾ പാപ്പം കുറച്ച് ഇരിപ്പുണ്ടായിരുന്നല്ലോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അതൊന്നും തീർന്നിട്ടൊന്നും ഇല്ല കേട്ടോ. കുറച്ച് അധികം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ഇത് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇല്ലല്ലോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പുറത്തൊന്നും അങ്ങനെ മേടിക്കാറില്ലായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആയതുകൊണ്ട് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കുറച്ച് കഴിച്ചു. പക്ഷേ ചായയൊന്നും കിട്ടിയില്ല കേട്ടോ ഇന്ന്. അങ്ങനെ ചായ കുടിക്കാനൊന്നും ഒരു മൂഡില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ പിന്നെ കുക്കിങ്ങിലോട്ട് കയറി. കുറച്ച് നേരം ഞാൻ സംഗിയായിട്ട് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ നിന്ന് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞൻ വന്നിട്ട് പിന്നെ അരിയടപ്പത്തിടാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞനാണ് അരിയടപ്പത്തിട്ടത്. ഈ സമയത്തൊക്കെ ഞാൻ നിന്ന് കാര്യം പറയുമായിരുന്നു കേട്ടോ സംഗിയായിട്ട്. അപ്പോൾ അവൾക്ക് ഫ്രീ കിട്ടുന്ന സമയത്തല്ലേ വിളിക്കുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവളുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ മീൻകറി വെക്കാമെന്നായിരുന്നു. ഞാൻ നേരത്തെ തന്നെ മീൻകറിക്ക് വേണ്ടുന്നതും മീനൊക്കെ കട്ട് ചെയ്യുകയും പിന്നെ ഫ്രൈ ചെയ്യാനുള്ളതിനകത്ത് അരപ്പ് പുരട്ടി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. കുറച്ച് മുന്നേ ആയിട്ടോ കറണ്ട് വന്നത്. അതുകൊണ്ടാണ് പിന്നെയും കുറച്ച് ലേറ്റ് ആയത് ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും വെട്ടമില്ലായിരുന്നു. പിന്നെ കുഞ്ഞൊരു എമർജൻസിയല്ലേ ഉള്ളൂ. അത് വെച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു കറണ്ട് വന്നിട്ട് ചെയ്യാമെന്ന്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കറണ്ട് കട്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഫുൾ ടൈം ഇങ്ങനെ പോയിട്ടും പോയും വന്നിരിക്കുകയാണ്. ഇപ്പോഴും ഇല്ല കേട്ടോ ഇവിടെ കറണ്ട്. അങ്ങനെ പിന്നെ മീൻകറിക്കുള്ളതെല്ലാം ഉള്ളിയൊക്കെ പൊളിച്ച് തന്നു കുഞ്ഞൻ. അങ്ങനെ പിന്നെ ഞാൻ ഈ ഉള്ളിയും കുഞ്ഞുള്ളിയാണെങ്കിൽ കുഞ്ഞുള്ളിയും പിന്നെ ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ ഞാൻ മിക്സഡ് ജാറിനകത്തിട്ട് ഒരു അടി അടിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുക, ഇല്ലെങ്കിൽ പേസ്റ്റായിട്ട് എടുക്കും. ഇങ്ങനെയൊക്കെ ആക്കിയതിന് ശേഷമാണ് ഞാൻ മീൻകറി വെക്കാറുള്ളത് കേട്ടോ. പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് അതിനകത്ത് കടുക് പൊട്ടുമ്പോഴത്തേക്ക് ഉലുവയും കൂടെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കും, കുറച്ചിട്ട് കൊടുക്കും ചിലപ്പോഴൊക്കെ. അത് കഴിഞ്ഞിട്ട് ആ ഉലുവയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ല മണമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതും കൂടെ തട്ടിയിട്ടിട്ട് അതായത് നമ്മൾ അരച്ച് വെച്ചിരുന്ന ഇത് തട്ടിയിട്ടിട്ട് അതും കൂടെ അതിൻ്റെ ഒരു പച്ചമണം മാറി ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ആ ഒരു പൊടികളൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് തക്കാളി ചേർത്ത് കൊടുക്കുക. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു മിക്സഡ് ജാറിനകത്തിട്ടൊന്ന് അടിച്ചിട്ടാണ് ഒഴിക്കാറുള്ളത് കേട്ടോ. തക്കാളി അരിഞ്ഞ് വെച്ച് അങ്ങനെ ഇടാറില്ല. പക്ഷേ ഇന്ന് ഞാൻ അങ്ങ് അരിഞ്ഞ് വെച്ചിട്ട് അങ്ങ് ഇട്ടയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഈ പൊടികളും കൂടെ ആയതുകൊണ്ട് അതൊന്ന് വഴണ്ട് വരാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ ഒന്ന് ഇളക്കി അന്ന് വെന്തുടയുന്നത് വരെ വെയിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മീൻ ഫ്രൈ ഒരുവിധമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുഞ്ഞൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അരിയടപ്പത്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് അരിയൊക്കെ അടച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിയല്ല തക്കാളിയൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. പുളിയും വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി പിന്നെ അതിനകത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം ഉലുവാപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഓൾറെഡി ഉലുവ ഇട്ടേക്കുന്നുണ്ട്, അധികമൊന്നും ചേർക്കുന്നില്ല. ചെറുതായിട്ട് കുറച്ച് ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങ് ചേർക്കുന്നില്ല, അല്ലെങ്കിൽ കയർപ്പൊക്കെ വരും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മീനും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെന്ത് റെഡിയായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഉള്ളിയൊന്നും വഴട്ടാതെയും വെക്കാറുണ്ട്. അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ കറിക്കുള്ളതൊക്കെ അടുപ്പത്താക്കി അത് കഴിഞ്ഞ് മീനൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾ ഇപ്പുറത്തറ്റത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്നും കൂടെ മുരിയാനൊക്കെ ഇച്ചിരി താമസം എടുക്കുമല്ലോ. അപ്പോൾ സൈഡിൽ ഇരിക്കുന്ന ഇങ്ങനെ ആദ്യം ഇതങ്ങ് മാറ്റിയിട്ട് പിന്നെ അത് സെൻറ്ററിലോട്ട് നീക്കി വെച്ചിട്ട് അങ്ങനെ വെക്കും കേട്ടോ ഞാൻ. അങ്ങനെ പിന്നെ മീനും ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. കറി അടുപ്പത്ത് വെച്ചിട്ട് തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഞാൻ പോയി ഇച്ചിരി നേരം കിടന്നു കേട്ടോ. കുഞ്ഞിനങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും നേരം എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം പോയി കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റ് വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇത് ഒന്നും കൂടി ഇരുന്ന് നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് കറിക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റൊക്കെ വരത്തോളൂ അല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോഴും ഈ മറ്റേ 2 ചട്ടിയും ഞാൻ ഇതുവരെ മയക്കിയിട്ടില്ല. അത് മയക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് മേളിൽ വെച്ച് ഇതിൻ്റെ അടിയിലിരിക്കുകയാണ്. എനിക്ക് എപ്പോഴും കുനിഞ്ഞിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിതെടുത്ത് മേളിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ. മമ്മി പോയപ്പോഴത്തേക്ക് മമ്മിയും കൊണ്ട് ഞാൻ എടുപ്പിച്ച് വെച്ചിരുന്നതാണ്. അതിനെ ഒന്ന് മയക്കി എടുക്കണം. പിന്നെ നമ്മളിപ്പോൾ മയക്കാഞ്ഞ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഗ്യാസ് അടുപ്പിലല്ലേ വെക്കാൻ പറ്റിയിട്ട് ഗ്യാസ് തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. അന്നേരം ഈ ചട്ടി മയക്കാൻ
വെച്ചാൽ കുറച്ച് നേരം അത് തീ എരിയണമല്ലോ, അപ്പോഴത്തേക്ക് ഗ്യാസ് തീർന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ദിവസം ഞാൻ ചെയ്യാതിരുന്നത്. പക്ഷെ കുറേ നേരം ഗ്യാസ് അങ്ങ് നിന്നു കേട്ടോ. തീർന്നു പോയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പുതിയ ഗ്യാസ് എടുത്തിട്ടുണ്ട്, കുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ചട്ടി പെട്ടെന്ന് മയക്കി എടുക്കണം. എന്നിട്ട് അതിനകത്ത് ഈ ഇറച്ചിക്കറിയൊക്കെ ആ വലിയ ചട്ടിക്കകത്ത് വെക്കാം കേട്ടോ. എനിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ചട്ടി വാങ്ങിച്ചത് തന്നെ. അപ്പോൾ അത് ഇച്ചിരി വലിപ്പമുള്ളതാണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മൺചട്ടിക്കകത്തൊക്കെ ഇറച്ചിക്കറിയൊക്കെ വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനകത്ത് ഒരു ദിവസം വെക്കണം എന്നൊക്കെ പറഞ്ഞ് അതെനിക്ക് അതിനകത്ത് വെച്ച് കഴിക്കാൻ കൊതിയായിട്ട് വയ്യ കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പോൾ അതിനകത്ത് ഒന്ന് മയക്കിയെടുത്തൊക്കെ റെഡിയാക്കി വെക്കണം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി പറക്കാനൊക്കെ, അതൊക്കെ എടുത്ത് കഴുകി. കുറച്ച് അധികം പാത്രം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് എല്ലാം കൂടെ ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണം പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കിടന്നോളാൻ വയ്യ കേട്ടോ, എന്താണെന്നറിയത്തില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പച്ചക്കറി അരിയാനോ അങ്ങനെ ഒന്നിനും നിന്നില്ല. പാത്രങ്ങളും കഴുകി അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പോയി കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങൾ എടുത്ത് വെക്കാനും ഉണ്ടായിരുന്നു. പിന്നീടൊരു കാര്യം വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറച്ച് പേര് നമ്മുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പേരുടെ പേര് പറയാം. അപ്പുമോൻ്റെ ബർത്ത്ഡേ നവംബർ 15 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജസ്ന റാഫിയുടെ അനിയൻ്റെ അൻഷാദിൻ്റെ ബർത്ത്ഡേ നവംബർ 15, കൃത്തിക മോളുടെ ബർത്ത്ഡേ നവംബർ 16 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 പേർക്കും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഇത് അവിടേക്കൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നുണ്ട്. പിന്നീട് ആപ്പിളൊക്കെ കൊണ്ടുവന്നത് ഇങ്ങനെ ഇരിക്കുകയാണ്, അതൊന്ന് കവറിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ടാറ്റ ബൈ. സീ യു.